സ്വാഗതം. ഇന്ന് നമുക്ക് രാജഗുരുവായ വസിഷ്ഠനെ പറ്റി ഒന്ന് ചിന്തിച്ചാലോ. സൂര്യവംശത്തിൻ്റെ കുലഗുരുവാണ് വസിഷ്ഠൻ. അദ്ദേഹം ദശരഥൻ്റെ 8 മന്ത്രിമാരിൽ ഒരാളായിരുന്നു. മാത്രമല്ല ദശരഥ മഹാരാജാവിൻ്റെ ആത്മീയ ഗുരുവും ഉപദേഷ്ടാവും കൂടിയായിരുന്നു വസിഷ്ഠ മഹർഷി. വസിഷ്ഠ മഹർഷിയുടെ ഭാര്യയാണ് അരുന്ധതി ദേവി. ഈ മഹർഷിയുടെ നേതൃത്വത്തിലാണ് പുത്രകാമേഷ്ടി കർമ്മം നടത്തിയത്. വസിഷ്ഠൻ എന്ന വാക്കിൻ്റെ അർത്ഥം വശീകരിക്കുന്നത് എന്നാണ്. അതിനാൽ തന്നെ വസിഷ്ഠൻ എന്നാൽ ഇന്ദ്രിയങ്ങളെ വശീകരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ത്രികാലജ്ഞാനിയായ വസിഷ്ഠ മഹർഷിക്ക് രാമൻ്റെ ജന്മരഹസ്യവും ലക്ഷ്യവും മറ്റും അറിയാമായിരുന്നു. അതിനാലാണ് വിശ്വാമിത്ര മഹർഷി യാഗരക്ഷയ്ക്ക് വേണ്ടി രാമനെ വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നപ്പോൾ ദശരഥനെ പറഞ്ഞ് സമ്മതിപ്പിച്ചത്. ഇതിനാൽ നല്ലതേ വരൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പട്ടാഭിഷേകം മുടക്കിയപ്പോഴും സീതാദേവിക്ക് മരവുരി ധരിക്കാൻ കൊടുത്തപ്പോഴും കൈകേയിയെ വസിഷ്ഠ മഹർഷി ധാരാളം ഫലിച്ചിക്കുന്നുണ്ട്, വഴക്ക് പറയുന്നുണ്ട്. ഏറ്റവും അവസാനം വസിഷ്ഠ മഹർഷി ചെയ്യുന്ന കർമ്മം രാവണവധത്തിന് ശേഷം ശ്രീരാമൻ രാജ്യത്ത് വന്നപ്പോൾ രാജ്യാഭിഷേകം ചെയ്തതാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി സുസ്വാഗതം. ഹരി ഓം.